நீங்க செஞ்ச நன்மைகளை நினைச்சு பாக்குறேன். தினம் தினம் நன்றி சொல்லி துதிச்சு மகிழ்றேன். நீங்க செஞ்ச நன்மைகளை நினைச்சு பாக்குறேன். தினம் தினம் நன்றி சொல்லி துதிச்சு மகிழ்றேன். உழுதியில் புரண்ட எண்ணெய் കുപ്പയിൽ കിടന്ന് ഇന്ന് രാത്രികാലം റേഡിയൻ്റ് ജനറേഷൻ ഫാമിലിയുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ബാച്ച് 2 അതിൻ്റെ ഒരു ഗ്രാജുവേഷൻ സെറമണിയിലോട്ടാണ് നമ്മൾ കടന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളോട് നോക്കുന്ന സമയത്ത് ദൈവസമയത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഒരു മീറ്റിങ്ങിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് തന്നെ ഈ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകട്ടെ. മാനുഷികമായിട്ടുള്ള ഒരു ബുദ്ധിയിലല്ല, മാനുഷികമായിട്ടുള്ള ഒരു ശബ്ദത്തിലല്ല, ദൈവാത്മാവ് തന്നെ എല്ലാ സെക്ഷൻസിനെയും ലീഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യത്തിൽ നടക്കുന്ന എല്ലാ കൂട്ടായ്മകളും ഭംഗിയായിട്ട് നാം ഇവിടെ ഉയർത്തുന്നത് ക്രിസ്തുവിനെയാണ്. നാം ഇവിടെ ഉയർത്തേണ്ടത് ക്രിസ്തുവിനെയാണ്. നമ്മുടെ വേദികൾ നിറയേണ്ടത് യേശുവിൻ്റെ നാമമാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ ഉയർത്തുന്ന ഒരു തലമുറ ഇതിൽ നിന്ന് പുറത്തോട്ട് വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഞാൻ ആ ചെറിയൊരു കഥയിലൂടെ പെട്ടെന്ന് മുന്നോട്ട് പോയി അടുത്ത സ്വാഗത പ്രസംഗത്തിനുള്ള ക്രമീകരണങ്ങളെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ഉറുമ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിൽ വലിയൊരു ഭാരമായിട്ട് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ വലിയ ഒരു അതിനെ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഒരു തടസ്സം നേരിടുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവം വന്ന സമയത്ത് ഉറുമ്പ് ആ തടസ്സത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്കി. പക്ഷേ തൻ്റെ പുറത്തുള്ള ഭാരനിമിത്തമായിട്ട് അതിന് കയറുവാൻ കഴിഞ്ഞില്ല. പലതവണ ശ്രമിച്ച സമയത്ത് നിരാശ വന്ന സമയത്ത് അല്പസമയത്തിന് ശേഷമായിട്ട് നോക്കിയപ്പോൾ ആ ഉറുമ്പ് കണ്ട ഒരു കാര്യമുണ്ട്. അതിനിടയ്ക്ക് ഒരു വിള്ളൽ കാണുവാനിടയായിത്തീർന്നു. അതിലൂടെ താൻ പുറത്തോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് താൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്ര ദുർഘടമായിരുന്നു ഈ യാത്ര, എത്ര പ്രയാസമായിരുന്നു ഈ യാത്ര, പക്ഷേ ഒടുവിൽ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നതിൻ്റെ സാരാംശം ഇത്രമേ ഉള്ളൂ. പലപ്പോഴും ഈ ഒരു ബൈബിൾ സ്റ്റഡി തുടങ്ങിയ സമയത്ത്, ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ സമയത്ത് പലരും ചിന്തിച്ചതും ഇതുപോലെ തന്നെയാണ്. വളരെ ദുർഘടമായ ഒരവസ്ഥയാണ്, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ 12 ക്ലാസ്സുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പൂർത്തീകരിച്ച സമയത്ത് ഇന്ന് അഭിമാനത്തോടെ പ്രിയമുള്ളവരോട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ഈ 34 പേരും ഇന്ന് രാത്രികാലം ഇവിടെ അഭിമാനത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, ചിരിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മളത് പൂർത്തീകരിച്ചിരിക്കുന്നു, നമ്മളതിനെ അതിജീവിച്ചിരിക്കുന്നു, നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കുക, ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടുവാൻ. ഞങ്ങളെക്കാൾ കഴിവുള്ളവരുണ്ടായിരുന്നിട്ടും ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായവരുണ്ടായിരുന്നു കർത്താവേ. ഒരു കണ്ണിന് ഞങ്ങളോട് ദയയില്ലാതിരുന്നപ്പോൾ, ഒരു കണ്ണ് ഞങ്ങളെ കണ്ട് മനസ്സറിയാതിരുന്നപ്പോൾ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളെ തേടി വന്നു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, അവസാനത്തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപത്തിന് പരിഹാരമാകേണ്ടതിന്, ഞങ്ങൾ മാനപാത്രമായി മാറേണ്ടതിന് സ്വർഗപിതാവേ, അങ്ങ് ഞങ്ങളോട് കാണിച്ച ദയക്കായി ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ നമ്മുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നപ്പാ. Oh Jesus, hallelujah, praise to God. ആമേൻ. ഒറ്റപ്പെടുത്തലിന്റെ മധ്യമൊക്കെ ആമേൻ നമ്മെ ബലപ്പെടുത്തുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യത്തെ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ആമേൻ കർത്താവ് നമ്മെ സ്നേഹിക്കുകയാണ്. നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പരസ്യയോഗങ്ങളിലായാലും നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും നമുക്ക് പറയുവാൻ ഒന്നേ ഉള്ളൂ, നമ്മുടെ കർത്താവ് സ്നേഹവാനാണ്. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുകയാണ്. നമ്മെ മാത്രമല്ല, അനേകരെ കർത്താവ് സ്നേഹിക്കുകയാണ്. ആ സ്നേഹത്തെ വിളിച്ചു പറയുവാൻ, ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കേണ്ടതിന്, ആ സ്നേഹത്തെ ലോകം അറിയേണ്ടതിന് തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നാം ഓരോരുത്തരും. ഇത് രാത്രി വെറുതെ കർത്താവിനകത്ത് കൊണ്ടുവന്നത് ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. മകോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്.
ജീവനും നീയേ എന്റെ എല്ലാം സൗജന്യമായി ലോകത്തെ വീണ്ടവനേ പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ Hallelujah. Thank you, Jesus. Thank you, Jesus. പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ ഒഴുക്കിയിടണമേ പടമോഹോ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ സൗജന്യമായി ലോകത്തെ സൗജന്യമായി പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ ഒഴുക്കിയിടണമേ പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ ഒഴുക്കിയിടണമേറും ഈ പാരിടത്തിൽ ഇനിയില്ല നാളധികം ഈ തിരിവട്ടം തകർന്നിടുവാൻ എന്നെ അയക്കണമേ ഹൃദയത്തിൽ ആഴ്ച പാടാമോ ഇരുളെ പാരിടത്തിൽ ഇല്ല നാളധികം ഈ തിരിവട്ടം തകർന്നിടുവാൻ എന്നെ അയക്കണമേ ഒരുമിച്ച് പാടാമോ ഏറുന്ന ഈ പാരിടത്തിൽ അവൻ ഇന്ന് രാത്രി ആരെ അയക്കൊണ്ടു എന്നുള്ള ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ അവൻ തന്നെ താൻ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ നേടിയിടാമി ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ പോയിടാവൻ കൊയ്ത്തിനായി നിറഞ്ഞ വയലുകളിൽ നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ ഈ ഒരു മീറ്റിങ്ങിന് സ്വാഗതം പറയുവാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസി പ്രിയ മമ്മിയെ ക്ഷണിക്കുകയാണ്. പ്രിയ സിസ്റ്റർ ചിന്നമ്മ അവരുകളെയും രാത്രികാലം സ്വാഗതം പറയുവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസി ഈ സമയത്ത് നമ്മുടെ മീറ്റിങ്ങിന് ഒഫീഷ്യലായിട്ടുള്ള സ്വാഗതം പറയുന്നതായി. ആദ്യം തന്നെ ഞാൻ എൻ്റെ കർത്താവിനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ്. കർത്താവ് വന്നിട്ടില്ല എങ്കിലും നമ്മുടെ മീറ്റിംഗ് കൂടുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. നമ്മളെല്ലാവരും കൂടി വന്നാലും എത്രയെല്ലാം പ്രഗത്ഭന്മാർ ഇതിൽ പങ്കെടുത്താലും നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ അത് വ്യർത്ഥമാണ്. ആദ്യമായിട്ട് എൻ്റെ കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ കർത്തൃദാസന്മാരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ഗസ്റ്റായിട്ട് കടന്നു വരുന്ന പ്രിയ കർത്തൃദാസൻ ഇവാഞ്ചലിസ്റ്റ് സബിൻ പി സണ്ണി കർത്താവിന്റെ വചനം നമ്മളോട് ശുശ്രൂഷിക്കുന്ന പ്രിയ ദേവദാസനാണ്. പ്രിയ ദേവദാസന് ഇന്ന് രാത്രിയിൽ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്രകാരം നല്ലൊരു അവസരം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകി തന്നല്ലോ. 2025 2ാം മാസത്തിൽ ഇപ്രകാരം ഒരു നല്ല കൂട്ടായ്മ എന്ന് പറയാൻ നമുക്ക് നൽകി തന്നു. ഈ ബൈബിൾ സ്റ്റഡിയുടെ 2ാമത്തെ ബാച്ചാണല്ലോ ഇന്ന്. അതിന്റെ ഗ്രാജുവേഷൻ നടക്കുകയാണ്. അനേകർക്ക് വചനം പഠിക്കുവാൻ ദൈവ അവസരം നമ്മൾ നോക്കുകയാണെങ്കിൽ അനേകർ ദൈവസ്ഥാനിൽ നിന്ന് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുക, ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ദൈവസ്ഥാനിൽ ഒഴുകിപ്പോവുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ച വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ചാൽ, കരുതിയാൽ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ വചനം നമ്മളെ എന്ത് ചെയ്യും? നിലനിൽക്കുവാൻ സഹായിക്കും. ആ ദൈവകൃപ നമ്മളെ നിലനിൽക്കുവാൻ സഹായിക്കും. അന്നേരം നമ്മൾ കേട്ട വചനം എന്ത് ചെയ്യണം? നമ്മൾ കേട്ട് മറന്നു പോകുന്നവരല്ല,
നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കരുതുന്നവരായി മെയിൻ പ്രൈസിലോട് പ്രത്യേകമായിട്ട് സ്വാഗതം പറഞ്ഞ കർത്താവിൻ്റെ ദാസിയോടുള്ള പ്രത്യേക സ്നേഹവന്ദനത്തെ അറിയ ഒരു സങ്കീർത്തനം വായിക്കാൻ പോകുകയാണ്. തന്നെ ദൈവം എന്നറിവിൽ അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോട് കൂടെ വരുവൻ. പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ തന്നെ ദൈവം എന്ന് അറിവിൻ. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ മറ്റു പലതും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് വചനം നമ്മോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ ഒരു ഗ്രാജുവേഷൻ്റെ ഈ ഒരു ടൈമിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന്, ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഫലപ്രദമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകമായിട്ട് സങ്കീർത്തനം വായിച്ച പ്രിയ കർത്താവിൻ്റെ ദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഗ്രാജുവേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വചനത്തിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ന് രാത്രികാലം നമുക്ക് ഗ്രാജുവേഷൻ്റെ ഈ ഒരു കൺക്ലൂഡിംഗ് മെസ്സേജ് നൽകുന്നത് ഇവാഞ്ചലിസ്റ്റ് സവിൻ പി സണ്ണി അവറുകളാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ഒരു അധ്യാപകനായിരുന്നു. അതേ കൂടെ തന്നെ അദ്ദേഹം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുമായിട്ട് ആയിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രികാലം വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രിയ കർത്താവിൻ്റെ ദാസനിലൂടെ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന സമയത്ത് തുടർന്നുള്ള ശുശ്രൂഷകളെ ലീഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ വാത്സല്യദാസൻ ഇവാഞ്ചലിസ്റ്റ് സവിൻ പി സണ്ണി അവറുകളെ സ്വാഗതം. നല്ല രാത്രിക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളൊരു പ്രത്യേകിച്ച് ആർജൻ മിനിസ്ട്രീസിന്റെ സെക്കൻഡ് ബാച്ചിൽ അധ്യാപകനായി ഇരിക്കാൻ സാധിച്ചതാണ് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായത്. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രിയ സനു അറിയിച്ചതുപോലെ നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുക, അതാണ് വലിയ സന്തോഷം. അതെ, നമ്മൾ ഒത്തിരി പേര് തുടങ്ങുന്നുണ്ട് പലതും, പക്ഷെ അതിന്റെ സമാപ്തിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷെ നമുക്കതിന് സാധിച്ചു, അതിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. നമുക്ക് ആ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ആ ദൈവം നമ്മളിൽ ഫ്യൂച്ചറിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയപ്പെടുന്ന ഒരു പണിശാല, ഒരു 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 ട്രെയിനിങ് സെഷനാണിത്. അത് ഒരു ചുരുങ്ങിയ കാലയളവാണെങ്കിലും ആ കാലയളവിനകത്ത് വ്യക്തമായി ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്റെ ശ്രദ്ധ കൊണ്ടുപോയത് ഇന്ന് രാത്രിയിൽ സംസാരിക്കേണ്ടത് കർത്താവ് എന്റെ ശ്രദ്ധയെ തിരിച്ചത് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് കർത്താവ് എന്റെ ശ്രദ്ധ കൊണ്ടുപോയത്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കും. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് മോഹിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 വരെ നിയമിച്ചു. മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സന്ദേശമാണ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് നിശ്ചയമായി നമ്മുടെ ശുശ്രൂഷയിൽ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ലോസിംഗ് സെറമണിയിൽ നമ്മുടെ ഈ കോഴ്സിന്റെ അവസാന സമയങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പഠനത്തിന്റെ അല്ല, അതെപ്പോഴും നമ്മൾ ദൈവത്തിന് ആവശ്യം വിശ്വസ്തന്മാരായി നിൽക്കുന്നവരെയാ, ബിരുദന്മാരെ അല്ല ദൈവത്തിന് ആവശ്യം. ഇന്ന് ഒത്തിരി ബിരുദന്മാരുണ്ട്, പക്ഷെ ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരാവിന്റെ വേലക്കാരായ നമ്മൾ അവസാന ശ്വാസം വരെ ഒരു സ്റ്റുഡന്റ് ആയിട്ടിരുന്നാൽ, ഒരു പഠിതാവായിട്ടിരുന്നാൽ അതുപോലെ അനുഗ്രഹം വേറെ. എന്നാൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മളൊക്കെ എന്തോ ആയി എന്നൊരു ചിന്താഗതിയിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും ഒടുവിലത്തെ സമയത്ത് മില്ലിഗ്രഹാം ലോകത്തെ ഇളക്കി മറിച്ച ഒരു പ്രസംഗനായിരുന്നു. അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളോട് ദൈവത്തിന്റെ സുവിശേഷം വചനം ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന് മരിക്കുന്നവരെ കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന സമയങ്ങളിൽ അദ്ദേഹത്തോട് ഒരു ജേർണലിസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, സർ, ദൈവത്തിന്റെ വചനപ്രകാരം ഇനി ഒരു ജന്മം നമുക്കില്ല, അത് സത്യമാണ്. എന്നാൽ ഞാനൊരു സാറിന്റെ ഹൃദയം ഒന്ന് അറിയാനായിട്ട് ചോദിക്കുക, ഒരു ജന്മം കൂടെ സാറിന് ദൈവം തന്നാൽ, ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു ചാൻസ് തന്നിരിക്കട്ടെ, സാർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ബില്ലിഗ്രഹാം പറഞ്ഞ മറുപടി ഇങ്ങനെ, കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും സമയം ചിലവഴിക്കും. ഇന്ന് രാത്രിയിൽ വചനം പഠിച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ നമ്മൾ തയ്യാറായാൽ സ്തോത്രം, ദൈവം നമ്മളെ ഈ തലമുറയിൽ ഈ ജനറേഷനിൽ ശക്തമായി
ഉപയോഗിക്കുമെന്ന് അതിന് രണ്ട് പക്ഷമില്ല. എവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഊഷ്മള നിമിഷത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. അഥവാ ശിഷ്യന്മാരെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നതിന് തൊട്ടു മുൻപ് കർത്താവ് ചെയ്ത ഒരു രീതി, ഒരു പ്രത്യേക കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അയക്കപ്പെടുന്നതിന്റെ രീതി നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാം. ഫേസ് അതിനകത്തുണ്ട്. 3 ഫേസ്, 3 ഘട്ടങ്ങളുണ്ടെന്ന് പറയാം, 3 കാലഘട്ടങ്ങളുണ്ടെന്ന് പറയാം. ഞാൻ ആ 3 ഫേസും വിശദീകരിച്ചിട്ട് എന്റെ ഈ സന്ദേശത്തെ ഞാൻ ക്ലോസ്. അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ തന്റെ അടുക്കൽ വിളിച്ചു. ശ്രദ്ധിച്ചോ? ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്തുവിന്റെ മിനിസ്ട്രി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ തെരഞ്ഞെടുക്കും. അതിനകത്തെ മാനദണ്ഡം എന്താ? ഏത് സ്കെയില് വെച്ചാ കർത്താവ് ആളുകളെ പരിശോധിക്കുന്നത്? തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം, അതിന്റെ സ്കെയിൽ എന്താ, അളവുകോൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ കഴിവല്ല, ടാലന്റ് അല്ല. നമുക്ക് ടാലന്റ്, ശുശ്രൂഷയ്ക്ക് കഴിവുകൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതല്ല ക്രിസ്തീയ ശുശ്രൂഷയുടെ മാനദണ്ഡം. കർത്താവ് എന്നെ വിളിച്ചെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെ വിളിച്ചെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ റീസൺസ് ചിലപ്പോൾ നമ്മൾ നോക്കും. എനിക്ക് ഇതുള്ളത് കൊണ്ടായിരിക്കാം, പാടാൻ കഴിവുള്ളത് കൊണ്ടായിരിക്കാം, പ്രസംഗിക്കാൻ കഴിവുള്ളത് കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായി. അയ്യോ, തെറ്റിപ്പോയി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല. നമ്മളെ വിളിച്ചതിന്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ബോധിച്ചവരെ. കർത്താവ് നമ്മളെ അങ്ങ് ബോധിച്ചു, അതുകൊണ്ടാണ് അവൻ നമ്മളെ അടുക്കലേക്ക് വിളിച്ചത്. ആ ഭാഗ്യം ലഭിച്ചവരാണ് ഇന്ന് രാത്രിയിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ലൈഫിൽ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നാലും കർത്താവിന് നമ്മളോട് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ലൈഫിൽ ലക്ഷക്കണക്കിന് രൂപയുള്ള വ്യക്തിയായിരിക്കും ചിലപ്പോൾ നമ്മൾ. ഒത്തിരി ഫ്രണ്ട്സ്, കഴിവുകൾ ഒത്തിരി, ഒന്നല്ല ഒന്നിലധികം ടാലന്റുകളുള്ള വ്യക്തിയായിരിക്കാം. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ കർത്താവിന് നമ്മളോട് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫിന്റെ ചേഞ്ചിങ് മൊമെന്റ് ആണിത്. നമ്മുടെ ലൈഫിനെ പിടിച്ചു കുലുക്കുന്ന സമയമാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന എപ്പോഴാണ്? കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. ചിലപ്പോൾ കഠിനമായ ട്രെയിനിങ്ങിലൂടെ കർത്താവിനെ കടത്തിവിടും. പക്ഷെ ആ ഫേസിനെ ഞാൻ വിളിക്കുന്നത് കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന സമയമാണ്. ആമേൻ. അവിടെയാണ് നമ്മൾ ആള് മാറുന്നത്. ഈ സെക്കൻഡ് ഫേസിലാണ് നമ്മുടെ ലെവൽ ചേഞ്ച് ആകുന്നത്. എന്റെ ഉള്ളിൽ കർത്താവ് ചില ഡെപ്പോസിറ്റുകൾ ചെയ്യുന്നത് അപ്പോഴാണ്. ഫ്യൂച്ചറിൽ ഞാൻ ആകേണ്ട മിനിസ്ട്രിക്ക് വേണ്ടി എന്റെ ഉള്ളിൽ ഡെപ്പോസിറ്റുകൾ നടക്കുന്നത് ആ ട്രെയിനിങ് പീരീഡിൽ. ഈ സെഷനിൽ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങള് ഈ കോഴ്സിന്റെ എൻഡിലേക്ക് എത്തിച്ചേരുക. കർത്താവ് പറയുന്നത്, കർത്താവ് നിങ്ങളിൽ ചില ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? നെക്സ്റ്റ് ഒരു ഫേസ് വരുന്നുണ്ട്. ആ ഫേസിൽ കർത്താവ് നിങ്ങളെ യൂസ് ചെയ്യണം. കർത്താവ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ സെൻസ് ചെയ്യത്തില്ല, നമ്മൾ അറിയത്തില്ല. പക്ഷേ അത് അറിയുന്ന ഒരു സമയമുണ്ട്. എപ്പോഴെന്നറിയോ? മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോ മോശയുടെ മുഖത്തേക്ക് നോക്കിയ ജനം പറഞ്ഞു, മോശെ അങ്ങ് മുഖത്തൊരു തുണിയിട്ട് മറക്കണം, കാരണം ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല. മക്കളെ, കർത്താവിന്റെ കൂടെ ഇരുന്ന കർത്താവ് നമ്മിൽ ചിലത് ഡെപ്പോസിറ്റ്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. ആ ഫോർമേഷൻ പീരീഡിൽ നമുക്കത് ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് ചേഞ്ച് ആകുന്ന നമ്മൾ അറിയത്തില്ല. ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ സഹോദരനോട് ഞാൻ പറയാം, നമ്മുടെ ഈ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഈ ഫേസ് ഉണ്ടല്ലോ, അത് വില തീരാത്തതാണ്. ഈ ലോകത്ത് എന്ന് നമുക്ക് കിട്ടത്തില്ലാത്ത മൊമെന്റ് ആണത്. അത് നഷ്ടമാക്കല്ലേ. ഈ സമയം നമ്മൾ റിജക്ട് ചെയ്തിട്ട് നമ്മൾ പൊസിഷന്റെ പേരില്, ഫെയിം ആകാൻ വേണ്ടി, നമ്മുടെ നെയിമിന്റെ പേരിൽ ഓടല്. 3 വർഷം പൗലോസ് എവിടാണെന്ന് ലോകത്താർക്കും അറിയത്തില്ല. എവിടാ? അറേബ്യൻ മരുഭൂമിയില്ല. ലോകത്താർക്കും അറിയത്തില്ല. പക്ഷെ അവിടുന്ന് ഇറങ്ങിയ പൗലോസിനെ ഇന്ന് നമ്മൾ വരെ അറിയുന്നുണ്ട്. 2000 വർഷത്തിന് ശേഷം ഇന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അന്ന് തന്നിൽ
ദൈവം ഡെപ്പോസിറ്റ് ചെയ്ത ഇന്ന് രാത്രിയിൽ ഈ ദൂത് മനസ്സിലാക്കുന്ന സെഷനിലേക്ക് വന്നിരിക്കുന്ന ദൈവത്തോട് ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സമയത്തേക്ക് ദാസനായിരിക്കാനല്ല, കാത് തുളയ്ക്കപ്പെട്ട ദാസനായി, കാത് തുളയ്ക്കപ്പെട്ട ദാസിയായിട്ട് ആജീവനാന്തം ക്രിസ്തുവിന്റെ ദാസന്മാരായി ജീവിക്കാൻ, ഒരു പ്രത്യേക സമയത്തേക്ക് തന്റെ കൂടെ നിൽക്കാനല്ല, മരണം വരെ ഇന്ന് രാത്രി തീരുമാനം പ്രതിജ്ഞ എടുക്കുക. ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ദൈവമക്കളോട് ഞാൻ പറയാം, സഹോദരങ്ങളോട് ഞാൻ പറയാം, സഹോദരിമാരോട് ഞാൻ പറയാം, പ്രതിജ്ഞ എടുക്കുക. ഞാൻ മരിക്കുന്നവരെ ക്രിസ്തുവിന്റെ ദാസനാണ്, മരിക്കുന്നത് വരെ ക്രിസ്തുവിന്റെ ദാസിയായ എന്റെ കാത് തുളയ്ക്കപ്പെട്ടിട്ടുണ്ട്. നോക്ക്, നിങ്ങളുടെ കാതിൽ അങ്ങോട്ട് തുള കാണത്തില്ല, ഹൃദയത്തിൽ അങ്ങോട്ട് തുള ഉണ്ടായിരിക്കും. ആ തുള കാണിക്കുന്ന അർത്ഥം എന്തെന്നറിയുമോ? കർത്താവേ, അങ്ങ് എന്ത് പറഞ്ഞാലും മറു ചോദ്യമില്ലാതെ അനുസരിക്കാൻ ഞാൻ ക്രിസ്തുവിന്റെ ആ ദാസനായി ദാസിയായി നിൽക്കാം. ആമേൻ. ഗ്ലോറി ടു ജീസസ്. കർത്താവ് അങ്ങനെയുള്ള ചിലരെ വേണം ഈ തലമുറയിൽ കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ, കർത്താവിനെ എടുത്ത് അയക്കാൻ. കർത്താവ് പറഞ്ഞ എന്റെ കൂടെ ഇരിക്കൂല്ല നീ കുറച്ചു നേരം, സ്തോത്രം, എന്റെ കൂടെ കുറച്ചു നേരം ഇരിക്ക്, ഞാൻ നിന്നെ പണിയാം, ഞാൻ നിന്നെ മെനയാം, ഞാൻ നിനക്ക് തരാം, നിനക്ക് ഇനി വേണ്ടുന്നത് ഞാൻ നിനക്ക് തരാം. സെക്കൻഡ് ഫേസ്, ഞാൻ വേഗത്തിൽ പോകട്ടെ. സെക്കൻഡ് ഫേസ് കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന സമയമുള്ളവരെ, നെക്സ്റ്റ് സെഷൻ കർത്താവ് നമ്മളെ സെൻഡ് ഔട്ട് ചെയ്യുന്ന സെഷൻ, കർത്താവ് നമ്മളെ അയക്കുന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നമ്മള് ഈ തേർഡ് ഫേസിലേക്ക് എത്തി. ഈ ആർജൻ മിനിസ്ട്രീസിന്റെ ട്രെയിനിങ്ങിന്റെ ഗ്രാജുവേഷൻ സെറമണിയിൽ ഇരിക്കുന്ന ദൈവ മക്കളെ ഇന്ന് രാത്രിയിൽ കരങ്ങൾ എടുത്ത് ദൈവത്തിൽ നന്ദി പറ. ഈ തേർഡ് ഫേസിലേക്ക് എന്നെ കരം പിടിച്ച് കൊണ്ടുവന്നതിനായി ഒത്തിരി പേർക്ക് ലഭിക്കാത്ത ഈ മഹാഭാഗ്യം ഈ തേർഡ് ഫേസിൽ എന്നെ എത്തിച്ചു കേൾക്കാം. ഇനി ഈ ഫേസിന്റെ പ്രത്യേകത നിങ്ങൾ അറിയണം. അവിടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രസംഗിക്കണം, രണ്ട് അധികാരം കർത്താവിന്റെ, നമ്മൾ കർത്താവിന്റെ സ്ഥാനാപതികളാണ്. ക്രിസ്തുവിന്റെ പകരം, ക്രിസ്തുവിന് പകരക്കാരൻ. അപ്പൊ നമ്മൾ എങ്ങനെ പോകണം? ക്രിസ്തുവിന് പകരക്കാരായി നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻഡേർഡിൽ പോകണം? ആ സ്റ്റാൻഡേർഡിൽ പോകണം. ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡിൽ വേണം നമ്മൾ ജീവിക്കാൻ. പ്രസംഗിക്കാന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, പ്രസംഗിക്കുന്നത് നമ്മുടെ വാഗൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം പ്രസംഗമായി മാറും. ഒരു അഭിഷേകൻ പറഞ്ഞെങ്ങനെയാ? കർത്താവിന്റെ വചനം പ്രസംഗിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. പ്രസംഗിക്കാൻ അയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതവും പ്രസംഗമായി മാറും. നമ്മുടെ വാക്കുകൾ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നതായി മാറും. നമ്മുടെ ഇടപാടുകൾ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നതായി മാറും. ഇന്ന് രാത്രിയിൽ നമുക്കൊരു നിമിഷം സമർപ്പിക്കാം. ഈ ക്ലോസിംഗ് സെറിമണിയിൽ, നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണിയിൽ നമുക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാന് കർത്താവിന്റെ ദാസനായി, കർത്താവിന്റെ അക്കാരനായി, കർത്താവ് നമ്മളെ അയക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ടല്ലോ. നിങ്ങളിത് സാധാരണ ആളുകളല്ല, നിങ്ങളിത് സാധാരണ ആളുകളല്ല. കർത്താവ് നിങ്ങളെ അയക്കാൻ പോവാ, കർത്താവിന് പകരമായി അയക്കാൻ പോവാ. കർത്താവ് നമ്മളെ അയക്കുന്ന എന്തറിയാം? നമ്മുടെ സ്വർഗീയ പിതാവിന് പകരം നമ്മളെ അയക്കുക. നമ്മളെ കാണുന്നവർ അവര് പറയണം, ക്രിസ്തു വന്നതുപോലെ, നമ്മുടെ കർത്താവ് വന്നതുപോലെ അവർക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്ന പോലെ അവർക്ക് തോന്നണം. നമ്മൾ അവരെ തൊടുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യണം, ക്രിസ്തുവിനെ ടച്ച് ചെയ്തിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ഒരു ടെസ്റ്റിമണി ഷെയർ ചെയ്യും. They should feel ക്രൈസ്റ്റ് സംസാരിക്കുന്നത് പോലെ നമ്മളെ അയക്കുമ്പോൾ ക്രിസ്തുവിന്റെ സെയിം അതോറിറ്റി നമുക്ക് തന്നാണ് അയക്കുന്നത്. സെയിം ആബ്സല്യൂട്ട്. പാമ്പുകളെയും തേളുകളെയും
ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുവാൻ. ഒന്ന്, കർത്താവ് നമ്മോട് ഇഷ്ടം തോന്നി. കർത്താവ് നമ്മളെ വിളിച്ചു, നമ്മൾ വിളി കേട്ട് പ്രതികരിച്ചു. കർത്താവ് അടുക്കലേക്ക് നമ്മൾ വന്നു. അടുക്ക് വന്ന് നമ്മളെ കർത്താവ് കൂടെ ഇരുത്തി ട്രെയിൻ ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു. ചിലത് വില തീരാത്തത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ച ഒറ്റ കാര്യം മനസ്സിലാക്കി, നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റേജിലോട്ട് പോകുകയല്ല, നമ്മൾ പെട്ടെന്ന് മറ്റൊരു മേഖലയിലോട്ട് പോകുകയല്ല. പക്ഷേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലോട്ട് ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് പ്രാർത്ഥനയോട് കൂടിയിട്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, നമ്മെ അറിയുന്ന സ്വർഗം നമ്മെ അയക്കുന്ന സമയത്ത് അധികാരത്തോടു കൂടെ തന്നെ അയക്കും. ആ സമയത്ത് നാം രോഗികളുടെ മേൽ കൈവയ്ക്കുന്ന സമയത്ത് അവിടെ വിടുതലുകൾ നടക്കും, അവിടെ യേശുവിൻ്റെ നാമം ഉയരുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ അഭിഷേകത്തോടു കൂടിയിട്ട്, അധികാരത്തോടു കൂടിയിട്ട് റേഡിയന്റ് ജനറേഷൻ്റെ ഈ ഒരു ബൈബിൾ സ്റ്റഡിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു തലമുറ പുറത്തു വരുന്ന സമയത്ത് ഒരു ലോകത്തെ നമുക്ക് ചലിപ്പിക്കുവാൻ കഴിയട്ടെ, ഒരു കൂട്ടം ആളുകളെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ കഴിയട്ടെ, അനേകരുടെ ജീവിതത്തിൽ വെളിച്ചമാകുവാൻ കഴിയട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ടാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ഒക്കെ ക്യാമറയൊക്കെ ഓണാക്കി വയ്ക്കുവാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ കോളേജിലൊക്കെ ആയിരിക്കുന്ന സമയത്ത്, ഈ ഗ്രാജുവേഷൻ്റെ സമയത്ത് പേര് വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ പേര് വിളിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു അഭിമാനമാണ്, ഭയങ്കര ഒരു സന്തോഷമാണ്, ഭയങ്കര ഒരു ത്രില്ലാണ്. എന്നാണെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ പഠിച്ചത്, കഴിഞ്ഞ നാളുകളിൽ ചെയ്തത്, അതിലോട്ടുള്ളൊരു പൂർത്തീകരണത്തിലോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന അടുത്തൊരു തലമാണ്. എത്ര മനോഹരമായ നിമിഷമായിരിക്കും എന്നറിയാമോ? ഒരു മനോഹരമായ പാട്ട് കേൾക്കാൻ പോകുകയാണ്. നമ്മുടെ ഒരു സ്പെഷ്യലിസ്റ്റ് നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെ പാട്ട് പാടുന്ന നമ്മുടെ കുഞ്ഞനിയത്തി പ്രിയ അഭിയമോളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ സോങ് പാടുന്നത്. ഇതിന് ശേഷമായിട്ട് നമ്മുടെ ഗ്രാജുവേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലൂടെ നമ്മൾ കടക്കാൻ പോവുകയാണ്. പ്രിയ കുഞ്ഞിനെ ക്ഷണിക്കുകയാണ്. മുമ്പോട്ട് പോയിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ പ്രോഗ്രാംസിനും നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷത്തോടെ നമ്മളായിരിക്കുന്ന സമയത്ത് പ്രിയ അഭിയമോളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. നമ്മൾ ഈ രാത്രികാലം നമ്മുടെ കൂടെയുള്ള ഒരു കർത്താവ് ഏത് സാഹചര്യത്തിലും വിളിക്കുന്ന സമയത്ത് വിളിക്കുന്നവൻ്റെ അടുത്ത് ഇറങ്ങി വരുന്നൊരു ദൈവം കൂടെ ഉണ്ടെന്നൊരു ചിന്തയാണ് നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെയില്ല. പ്രിയ ടീച്ചേഴ്സ് ആയിരിക്കുന്ന പ്രിയമുള്ളവർ ചില സമയങ്ങൾ ആശംസ പറയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ജോഷ് മത്തായി അവറുകൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ 2 ബാച്ചുകളിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള സെക്ഷൻ എടുക്കുവാൻ കർത്താവ് തൻ്റെ ദാസനെ ബലപ്പെടുത്തി. ഈ ബാച്ചിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ താൻ എടുത്തത് യൂദായുടെ ലേഖനമായിരുന്നു. കർത്താവിൻ്റെ ദാസൻ നമുക്ക് ഒരാശംസ പറയുന്നതായിരിക്കും. പ്രിയ കർത്താവിൻ്റെ വാത്സല്യദാസൻ പാസ്റ്റർ ജോഷ് മത്തായി അവറുകളെ ആശംസ പറയാനായിട്ട് ക്ഷണിക്കുന്നു. പഠന ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങൾ നന്നായി ആ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രസംഗവും ദൈവവചന പഠനവും രണ്ടും രണ്ടാ. ഞാന് ദൈവസഭയിൽ കൂടുതൽ ഞായറാഴ്ച ഞാൻ പ്രസംഗിക്കും, വെള്ളിയാഴ്ച ഞാൻ വചനം പഠിപ്പിക്കും. വചന പഠനവും വചന പ്രസംഗവും തമ്മിൽ ഒത്തിരി വ്യത്യാസം ചെയ്യുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഇതിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ അവർ വില കൊടുക്കുന്നവരാണ്, അവർ ആഗ്രഹമുള്ളവരാണ്. അവരുടെ അകത്തുള്ള ആ ആഗ്രഹമാണ് അത് നിങ്ങളുടെ അകത്തേക്ക് എത്തിക്കുന്നത്. മനസ്സിലായി? വെറുതെ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയുന്ന വാക്കുകൾ നിങ്ങളത് ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. കഴിഞ്ഞ 2 ക്ലാസ് പഠിപ്പിക്കാൻ കർത്താവ് എനിക്കും അവസരം നൽകിയ ഈ മിനിസ്ട്രിയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരോടുള്ള നന്ദി, പഠിപ്പിക്കാൻ കൃപ നൽകിയ ദൈവത്തിന് മഹത്വം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവറുകളെ ആശംസ പറയാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു.
പ്രത്യേകിച്ച് ഈ ആദ്യ മിനിസ്ട്രീസ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ പല ബൈബിൾ ക്ലാസ്സുകളിലൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞത് എല്ലാവർക്കും നല്ല ദാഹമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ വരുന്നത് കൊണ്ട് അവർക്ക് വലിയ ദാഹത്തോടെ വലിയ ആഗ്രഹത്തോടെ വരുന്ന ആളുകൾ. അപ്പോൾ നിശ്ചയമായിട്ടും അത് അനുഗ്രഹമാകും ഞാനും പ്രതീക്ഷിക്കുകയാണ്. കർത്താവ് നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഓരോ ദൈവദാസിദാസന്മാരെയും കർത്താവ് ശക്തമായി ഈ തലമുറ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. 12 ക്ലാസ്സുകൾ പൂർത്തീകരിച്ച് നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് അതാ പറഞ്ഞത്, നിങ്ങളുടെ എല്ലാവരും ഇനി ക്യാമറയ്ക്ക് ഒന്ന് ഓണാക്കി വയ്ക്കണം. നിങ്ങളുടെ പേര് ഇനി വിളിച്ചു പറയാൻ പോവുക. നമുക്ക് ഇവിടെ സ്ക്രീൻ ഷെയർ ആയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിനുശേഷമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് എടുത്ത ഒരു കൂട്ടം ആളുകൾ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല ദിവസങ്ങൾ പോലും ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകൾ അടിയൻ്റെ കൂടെ പ്രവർത്തിച്ചു വരുന്നു. പ്രത്യേകമായിട്ട് എനിക്ക് എമേഴ്സൺ ബ്രോയെ എനിക്കത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം താൻ മറ്റൊരു ജോലി ചെയ്യുന്ന സമയത്തും അതിൻ്റെ മധ്യേ സമയം കണ്ടുപിടിച്ച് രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. ആ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനോട് നന്ദിയോട് സ്തുതിക്കുന്ന എൻ്റെ കൂട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയമുള്ളവരോട് ഒത്തിരി സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ. അനേകർക്ക് കിട്ടാത്ത ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അനേകർക്ക് കിട്ടാത്തൊരു മേഖല നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് അനുവദിച്ച മെൻസുറഞ്ഞു. നമ്മുടെ ഈ ആദ്യ ബാച്ച് കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു ഈ രണ്ടാമത്തെ ബാച്ചിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പക്ഷെ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ബ്രോഷർ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴേ 30 പാർട്ടിസിപ്പൻസ് ഫില്ലായി. നമ്മൾ എന്നിട്ട് ഡേറ്റ് നമ്മൾ കട്ട് ഷോട്ട് ചെയ്ത കാര്യങ്ങൾ ആ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ഈ സമയത്ത് പറയുന്നത്, ഇവിടെ ഉയർത്തുന്നത് ആർജനയല്ല, ഇവിടെ ഉയർത്തുന്നത് ഇതിൻ്റെ സംഘാടകരെയല്ല, ഇവിടെ ഉയർത്തുന്നത്. ഫീഡ്ബാക്ക് കേട്ട സമയത്ത് ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എല്ലാവരും പറഞ്ഞൊരു ഒറ്റ കാര്യം, ദൈവദാസന്മാർ ഉയർത്തിയത് ദൈവത്തെയാണ്, നമ്മളും ഉയർത്തുന്നത് ദൈവത്തെയാണ്. നമ്മൾ ദൈവത്തെ ഉയർത്തിയാൽ നമ്മളെ ഉയർത്തുന്നത്. കാലം നമ്മൾ ഗ്രാജുവേറ്റ്സിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. വളരെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് നിങ്ങളായിരിക്കണം. നമ്മുടെ ഈ സമയത്ത് പ്രിയ ഹന്നമോളാണ് പ്രിയ ഗ്രാജുവേറ്റ്സിനെ പ്രസന്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടായിരിക്കും ദൈവം നമ്മളെ ഇവരെ സഹായിച്ചല്ലോ. തുടർന്ന് ബാച്ച് 2 ഓരോരുത്തരുടെ ഗ്രാജുവേറ്റ് ആവുന്ന ഓരോരുത്തരുടെയും പേര് വായിക്കുകയാണ്. ആരോൺ ബിജോ എ ട്രിവാൻഡ്രം, അബിൻ ക്രിസ്റ്റി ട്രിവാൻഡ്രം, അലക്സ് എസ് പാലക്കാട്, അലീന വിനോദ് പത്തനംതിട്ട, അഞ്ചിത പി എസ് ട്രിവാൻഡ്രം, അഞ്ചിത സൈമൺ ട്രിവാൻഡ്രം, ആര്യ ബി എസ് ട്രിവാൻഡ്രം, ബീന പീറ്റർ വയനാട്, ബിൻസൺ ചാലുമത്തു ന്യൂഡൽഹി, ബിനിജാബി ട്രിവാൻഡ്രം, ചിന്നമ്മ വർഗീസ് വയനാട്, ക്രിസ്റ്റി ജോസഫ് കോട്ടയം, ഡയന ജോൺ നീലഗിരി, ഹാലോനി സിജോ കാസർഗോഡ്, ജെംനി ജിമ്മി കാസർഗോഡ്, ജീന വി ട്രിവാൻഡ്രം, ജീബ ജസ്റ്റിൻ ട്രിവാൻഡ്രം, ജെസി വർഗീസ് കെ വയനാട്, ജിപ്സ അലക്സ് ട്രിവാൻഡ്രം, ജോഷ്നി മാത്യു പത്തനംതിട്ട, ലിസിമോൾ ടിയു മലപ്പുറം, മാർഗ്രറ്റ് വയനാട്, മഞ്ജു ബി ട്രിവാൻഡ്രം, പ്രസന്ന പത്തനംതിട്ട, പ്രിൻസ് ടി കൊല്ലം, റിൻസി വി കണ്ണൂർ, സാറാമ പി എം വയനാട്, സി ജി ജോസ് പത്തനംതിട്ട, സോന മാത്യു പത്തനംതിട്ട, ടെസി ബിനോയ് കോട്ടയം, ടെസ്ലീന വയനാട്, ടെസിയ സാമുവൽ ഖത്തർ, വഗീസ് കെ ഇ വയനാട്, വിജി വി എസ് വയനാട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ്, മനോഹരമായ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതിന് ശേഷമായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഈ സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ ഏറ്റവും ഒറ്റ കാര്യം ആഗ്രഹിച്ചത്, ചെയ്യുന്ന കാര്യം ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ വായിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡിക്ലറേഷനാണ്. ഞാൻ ആ ഡിക്ലറേഷൻ വായിക്കാൻ പോവുകയാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ ഈസ് പ്രൗഡ്ലി പ്രസൻറ്റഡ് ടു graduates name. Congratulations on successfully completing the online systematic Bible study batch 2 with Radiant Generation from November 19, 2024 to February 13, 2025. Your dedication over these 12 sections to studying and understanding scripture is truly admirable. May the wisdom gained through this journey strengthen your faith and empower you to inspire others in their walk with God. ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ 2024 നവംബർ 19 ഒരു ഓപ്പണിംഗ് സെക്ഷനോട് കൂടിയാണ് നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കാൻ ഇടയായത്.
അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ അന്ന് മുതൽ ഇന്ന് വരെയും ഈ ക്ലാസ്സുകൾ വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് ആ ഒരു ടൈം മുതലേ ഈ ഒരു വേദ പഠനം പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ആ ഒരു കോഴ്സ് പൂർത്തീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ പൂർത്തീകരിക്കുന്നുള്ള ഉറപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അത് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ ക്ലാസ്സിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഓരോരുത്തരും സ്വപ്നം കാണുന്ന ലെവലിലുള്ള ക്ലാസ് ആണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പോയി പഠിക്കാൻ ചിലപ്പം കഴിയില്ലായിരിക്കാം. പക്ഷേ നമുക്ക് വളരെ കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും വീട്ടിലിരുന്നു കൊണ്ട് ഒരു ടെൻഷനും കൂടാതെ തന്നെ പഠിക്കാൻ കഴിയുന്നത് നമുക്ക് ദൈവം തന്ന വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ഡ്രീം കോഴ്സ് എന്ന് തന്നെ പറയാം. നമ്മൾ പലരും ആഗ്രഹിച്ച കാര്യമായിരിക്കും ഇങ്ങനെ ഒരു രീതിയിൽ പഠിക്കുക എന്നുള്ളത്. പിന്നെ ഈ ഒരു പഠനത്തിന്റെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ ലൈഫിൽ സ്പിരിച്വൽ ഗ്രോത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള എലമെന്റ്സ് ആണ് ഇതിന് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അതായത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളല്ല, പകരം നമ്മുടെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് എന്താണോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രയർ ലൈഫ്, പിന്നെ ബൈബിൾ റീഡിങ്, ഷെയറിങ് ഗോസ്പൽ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് പിന്നെയുള്ള കാര്യം സുവിശേഷം ആധികാരികമായിട്ട് എങ്ങനെ പങ്കുവെക്കാം, പിന്നെ വിജാതീയരായിട്ടുള്ള ആൾക്കാരോട് എങ്ങനെ സുവിശേഷം പങ്കുവെക്കാം. പിന്നെ എനിക്ക് റൈറ്റ് ടൈമിൽ കിട്ടിയ ഒരു റൈറ്റ് ക്ലാസ് ആയിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ദൈവവചനം എത്തിയിട്ടില്ലാത്ത ഒരുപാട് ഇടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ദൈവം അതിനു വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കം ഉണ്ടായിരിക്കണം. അത് ഉറപ്പായിട്ട് ഈ ക്ലാസ്സിൽ നമുക്കൊരു ഒരുക്കം നമുക്ക് ലഭിക്കുകയിടയാ. ഒരു ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് തന്നെ പറയാം. ഇനിയും ഇത് ഒരുപാട് ദൂരം ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. കർത്തൃദാസന്മാരെ സഹായിക്കട്ടെ. അവര് കേവലം ബുക്കുകളിൽ നിന്ന് അടർത്തിയെടുത്ത പോർഷൻസ് അല്ല പഠിപ്പിക്കുന്ന, ഒരു കർത്താവിൽ നിന്ന് പ്രാപിച്ചതും അവരുടെ അനുഭവങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സാക്ഷ്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുവാനിടയായത്. അത് നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ഗ്രോത്തിന് സഹായമായിട്ടുണ്ട് എന്ന് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഓരോ പഠിച്ച കാര്യങ്ങള് എനിക്ക് അത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റി. 12 ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതിനാദ്യം തന്നെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഓരോ വിഷയത്തിലും ക്ലാസ് എടുത്ത എല്ലാ അധ്യാപകരെയും ദൈവങ്ങൾ സമർപ്പിക്കുകയാണ്. വചനം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അറിയാത്തതും ഗ്രഹിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ലളിതമായ രീതിയിൽ അവയെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കണം അധ്യാപകരെല്ലാവരും പരമാവധി ശ്രമിച്ചു. മേജേഷ് പറഞ്ഞാല് ഒരുപാട് ക്ലാസ്സുകൾ സമയം കിട്ടാത്തതിന്റെ പേരിൽ ആയെങ്കിൽ തന്നെ ലഭിച്ചത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാനൊക്കെ ഇളയ കൃപയോർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഇതിലൊക്കെ എല്ലാവരും പറഞ്ഞതൊക്കെ ഞാനും കേട്ടിരുന്നു. ഇതേപോലെ ഈ ക്ലാസ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. കാരണം എനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പൊ തുടങ്ങണതൊന്നും പൂർത്തീകരിക്കാതെ ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. അപ്പൊ എന്തായാലും അത് പൂർത്തീകരിക്കണം എന്നൊരു വാശി എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ബാച്ചിലും സെക്കൻഡ് ബാച്ചിലും ദൈവകൃപയാൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. പ്രത്യേക ഇതിലെ എല്ലാ ഭാരവാഹികളോടും അതായത് ഇപ്പൊ നമ്മൾക്ക് കാണാൻ കഴിയും എല്ലാവരും എന്താണ് ഞാനൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ എനിക്ക് എന്താണ് പ്രതിഫലം കിട്ടുക. അപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് യാതൊരുവിധ പ്രതിഫലങ്ങളും സ്വീകരിക്കാതെ അല്ലെങ്കിൽ അത് യാതൊരു ലാഭോച്ഛയോടെ പ്രതീക്ഷിക്കാതെ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ ഒരു ബൈബിൾ ക്ലാസ് വളരെയധികം അനുഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും ഇന്നലെ തുടങ്ങി ഇന്ന് തീർന്ന പോലെ പെട്ടെന്ന് തോന്നൽ, അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് വല്ലാണ്ട് മിസ് ചെയ്ത പോലെയും വല്ലാതെ തീർന്ന പോലെയും ഉള്ള ഒരു അനുഭവം. പല സബ്ജക്റ്റുകളും ദേവദാസന്മാരെടുക്കുമ്പോഴും അവർക്കറിയാം അത് എത്രത്തോളം എത്തിപ്പിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് അത്രത്തോളം പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് അവർക്ക് അതറിയത്തില്ല. പക്ഷെ അതിന്റെ നടുവിലും അവരെടുത്ത എഫേർട്ടിനെ ഞാൻ ദൈവനാമത്തിൽ ആദ്യമേ ഈ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സ്റ്റഡിയിൽ ജോയിൻ ചെയ്യുവാൻ എനിക്കും സ്വർഗത്തിലെ ദൈവം അവസരം നൽകി തന്നു. ആ ദൈവത്തിന് സകലമാനവും മഹത്വവും കരയേറ്റുന്നു. അനുഗ്രഹിക്കപ്പെട്ട 12 ക്ലാസ്സുകളായിരുന്നു. എല്ലാ ദേവദാസന്മാരും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നന്നായിട്ട് വചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.
ആഴങ്ങൾ എന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കാണാൻ പല വചനങ്ങളുടെ മർമ്മങ്ങളെ ആഴങ്ങളെ ഗ്രഹിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു കോളേജ് ആയിരുന്നു. സ്തോത്രം. ഹോളി സ്പിരിറ്റ് നടത്തുന്ന ഒരു കോളേജായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ അതുപോലെ തന്നെ ഈ പഠിച്ചതൊക്കെയും സ്തോത്രം ആദ്യം പ്രാർത്ഥിച്ചതുപോലെ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് അത് കൃത്യമായിട്ട് നമുക്ക് ആ വചനത്തിന്റെ മർമ്മങ്ങളെ സൂക്ഷിച്ചു തന്നെ വെക്കുവാന്, ആ മർമ്മങ്ങളെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാന്, കേട്ടത് അധികമായി സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കേണ്ടതിന് പിന്നെയോ പാതിരയോ വചനമോ ഒന്നും ഇല്ലാതെ വരുന്നൊരു സമയത്ത് ഇന്ന് ഇവിടെ നിന്ന് കേട്ടത് നമുക്ക് പ്രയോജനമായി തീരും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ വാക്കുകൾ നമുക്ക് അത് ഭവനത്തിൽ ഇരുന്നാലും ദൈവസന്നിധി മുഴങ്കാൽ മടക്കാൻ പറ്റും. ആ അത്രയ്ക്ക് ആഴത്തിൽ മർമ്മങ്ങളെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ നമുക്ക് ഇടയാക്കിയിട്ടുണ്ട്. തുടർന്നും ഇങ്ങനെയുള്ള സംരംഭങ്ങള് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് ദൈവം എന്റെ 76-ാമത്തെ വയസ്സിൽ ഈ ആഗ്രഹം നിറവേറ്റിയതിൽ വളരെയധികം നന്ദി ദൈവത്തോട് പറയുന്നു. അതുപോലെ തന്നെ സനബ്രദറിനും അതുപോലെ 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടും എന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, സുശേഷം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശനിയാഴ്ചകളിലെല്ലാം സുവിശേഷം പറയാൻ പോകുമായിരുന്നു. എന്നാലും ആ സുവിശേഷം പറയാനുള്ള ഒരു ഇത് എനിക്കുണ്ട്. എന്നാലും ഇത്ര ആഴമായിട്ട് മനസ്സിലാക്കാൻ ദൈവം ഇടവരുത്തിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഒരു ആത്മീയന്റെ സ്വഭാവം എന്താണ്, അതിന് ഭൗതികൻ ആരാണ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായിട്ട് ക്ലാസ് എടുത്ത എല്ലാ പാസ്റ്റേഴ്സിന് എൻ്റെ അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓർക്കുകയാണ് 7 പേരടങ്ങുന്ന കോർഡിനേറ്റേഴ്സ് ആണ് പ്രിയ എമേഴ്സൺ ബ്രദർ. എൻ്റെ ഒരു മൂത്ത സഹോദരനായിട്ട് എൻ്റെ കൂടെ എല്ലാ മേഖലയിലും കൂടെ നിൽക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ, അതുപോലെ പ്രിയ ഹന്നമോള്, പ്രിയ ജുഡ്സി സിസ്റ്റർ, പ്രിയ ഫേബ, അതുപോലെ പ്രിയ സ്നേഹ ചേച്ചി, പ്രിയ കെവിൻ ബ്രദർ, പ്രിയമുള്ളവർ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു നമുക്ക് വരാൻ പറ്റുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കൂടെ അങ്ങനെ ആ ഒരു ടീമിനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഒരു 36 പേരുള്ള ഒരു ഫാമിലിയും ഇതിന് പുറകിലുണ്ട്. ആ ഒരു ആർജൻ ഫാമിലി കഴിഞ്ഞ 3 വർഷമായിട്ട് ആ ഒരു ആർജൻ ഫാമിലിയും ഒത്തിരി ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരാരും ഇതിൻ്റെ മുൻനിരയിൽ ഉണ്ടാകത്തില്ല, അവരാരും ഇതിൻ്റെ മുൻപന്തിയിൽ ഒരിക്കലും കാണത്തില്ല. പക്ഷേ അഭിമാനത്തോടെ ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കണമെങ്കിൽ എൻ്റെ പുറകിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിൽക്കുവാൻ കഴിയുന്നത്. അടിയേണ്ട കഴിവൊന്നുമല്ല, സകല മാനവും മഹത്വവും ദൈവത്തിന് മാത്രം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. 12 സെക്ഷനായിട്ട് ആയിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഈ 12 സെക്ഷനിലും ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാത്ത ആളുകളുണ്ട്. അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അവരുടെ പേരൊന്ന് വായിക്കാം. അതുപോലെ തന്നെ ഒരു ക്ലാസ് ഹാഫ് ഡേ ആയ ആളുകൾ, അത് മുഴുവൻ പങ്കെടുത്ത ആളുകൾ തന്നെയാണ്. പക്ഷേ ഒരു ക്ലാസ് ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം, സത്യസന്ധമായിട്ടാണ് ആളുകൾ കാര്യങ്ങൾ സംസാരിച്ചത്. അറ്റൻഡൻസ് ഇടുന്ന ടൈമിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ നോക്കിയല്ല അറ്റൻഡൻസ് ഇട്ടത്. ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത് പങ്കെടുത്തവർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു, പങ്കെടുക്കാത്തവർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തു. ആ ഒരു രീതിയിൽ കൃത്യമായൊരു സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പ്രത്യേകമായിരിക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ചില പ്രിയമുള്ളവരുണ്ട്. എന്നോർത്ത് ഇതിൽ പങ്കെടുത്ത, ഇതിൽ ഗ്രാജുവേറ്റ് ചെയ്ത 34 പേരും ഈക്വലാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാത്ത ചില പ്രിയമുള്ളവരുടെ പേര് ഞാനൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയ എബിൻ ക്രിസ്റ്റി, അലക്സ്, മാർഗരറ്റ് അമ്മച്ചി, സാറാമ്മ, അതെൻ്റെ അമ്മയാണ്. അതിൽ ഒത്തിരി അഭിമാനമുണ്ട് എനിക്ക്. അതുപോലെ പ്രിയ ബിനുജ സിസ്റ്റർ, ജോഷ്നി സിസ്റ്റർ, ജെമിനി സിസ്റ്റർ, പ്രിയ പ്രസന്ന ആൻറ്റി ഒരു ക്ലാസ്സിലെ ആബ്സെൻ്റ് ആയിട്ടുള്ളൂ, ക്രിസ്റ്റി ബ്രദറും ഒരു ക്ലാസ്സിലെ ആബ്സെൻ്റ് ആയിട്ടുള്ളൂ, പ്രിയ വിജി സിസ്റ്റർ, ഇവരെല്ലാം, പ്രിയ ബീന പീറ്റർ, അതെൻ്റെ കുഞ്ഞമ്മയാണ്, അമ്മയുടെ അനിയത്തിയാണ്. ഫാമിലി ആയിട്ട് ഞങ്ങളുടെ പല പ്രിയമുള്ള രീതിയിലുണ്ട്. പ്രിയ റിൻസി ചേച്ചി അമ്മയുടെ അനിയത്തിയുടെ മോളാണ്, ചിന്നമ്മ എന്ന് പറയുന്നത് അമ്മയുടെ അനിയത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലിയും കൂടെ ആയിട്ടുള്ളൊരു കാര്യം കൂടെ ആയതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. ബാക്കിയുള്ളവർ ആരും നിസ്സാരമെന്നല്ല പറയുന്നത്. ഇവർ ഒരു ക്ലാസ് പോലും മുടക്കാതെ അറ്റൻഡ് ചെയ്ത ആളുകളാണ്. അവരെ പ്രത്യേകമായിട്ട് അവരോടുള്ള നന്ദിയെ അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ട് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട 2-3 പ്രിയമുള്ളവരാണ്. പ്രിയ ബിനുജു സിസ്റ്ററും പ്രിയ ആരോൺ ബ്രദറും, അതുപോലെ പ്രിയ എബി ബ്രദറും. ക്ലാസ് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ അവർ ഫീഡ്ബാക്ക് ഇട്ടിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അത് എത്ര ലേറ്റ് ആയാലും ആ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ അവർ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇതുവരെയുള്ള 12 ക്ലാസ്സിലും എനിക്ക് നോട്ട് കൃത്യമായിട്ട് അയച്ചു തന്നത്. ക്ലാസ് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ ഫീഡ്ബാക്കും നോട്ടും അയക്കാതെ അവർക്ക് വേറൊരു പരിപാടിയില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് 2-3 പേര് അതുപോലെ നിൽക്കുന്നു. ബാക്കിയുള്ള പലരും ഇടയ്ക്കിടയ്ക്കായിട്ട് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നെങ്കിൽ അവരാരെയും ഒഴിവാക്കുമല്ല. പക്ഷേ നമ്മൾ ചിലരെ നമ്മൾ
പ്രത്യേകമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചിലരുണ്ട്. കൃത്യമായിട്ട് ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന മറ്റു പല പ്രിയമുള്ളവരുണ്ട്. ഒരുപക്ഷെ പല തിരക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വളരെ ഒരു അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്നതിന് ദൈവം നിങ്ങളെ എന്താക്കും? അനുഗ്രഹിക്കും. ദൈവത്തിന് നമ്മളൊരു പ്രയോറിറ്റി കൊടുത്താൽ ദൈവം നമ്മളെ എന്താക്കും? മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാർഗരറ്റ് അമ്മച്ചി അതുപോലുള്ള വിവിധ പ്രിയമുള്ളവർ അവരൊക്കെ ക്ലാസ്സിലൊരു ഓളമായിരുന്നു. ക്ലാസ്സിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനും ക്ലാസ്സിനൊക്കെ ഇളക്കി മറിക്കുന്ന നമ്മുടെ പ്രിയമുള്ളവരായിരുന്നു അവരൊക്കെ. അതുപോലെ പ്രായം കുറഞ്ഞ ആളുകൾ തൊട്ടിട്ട് പ്രായം കൂടിയ ആളുകൾ വരെ ഇവിടെ ഇന്നിരിക്കുന്ന സമയത്ത് ഒറ്റ കാര്യം നമുക്ക് വിളിച്ചു പറയാനുള്ളൂ: നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മൾ ഉയർത്തുന്നത് ഒരേ ഒരു രാജാവിനെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്കിങ്ങനെ കൂടുവാൻ ദൈവം സഹായിച്ച വലിയ ദൈവത്തോടെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മൾ അടുത്തതായിട്ടൊരു സ്പെഷ്യൽ സോങ്, ഒരു ഡെഡിക്കേഷൻ സോങ്ങാണ്. സിസ്റ്ററാണ് നമുക്ക് വേണ്ടിയിട്ട് ആ ഡെഡിക്കേഷൻ സോങ് പാടുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കണം. ദൈവം നമ്മെ നടത്തിയതിനെ ഓർക്കണം. കഴിഞ്ഞ 12 ക്ലാസ്സുകളിൽ ദൈവം നമ്മളെ കൂടെ ഉണ്ടായത് ഓർക്കണം. അനേകർക്ക് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഈ ഒരു പഠനം പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചത് ഓർക്കണം. ഇത് നമ്മുടെ ഒന്നും കഴിവല്ല, നമ്മുടെ ആരുടെയും പ്രാപ്തിയല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. നമുക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥനയോട് കൂടിയിട്ട് ആയിരിക്കുന്ന സമയത്ത് പ്രിയ കർത്താവിന്റെ ദാസി തുടർന്നൊരു ഗാനം ദൈവമേ ആരുള്ളിലോകേ അങ്ങേയല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങേ ചാരുണ്യ പ്രാണപ്രിയനേ അങ്ങ് മാത്രമാണെന്നും എന്റെ സർവ്വം അങ്ങേ പോലൻ ദൈവമേ ആരുള്ളിലോകേ അങ്ങേയല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങേ മാത്രം ചാരുണ്യ പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എന്നെ സർവ്വസ്വം ആരാധന അങ്ങേക്ക് ആരാധന എന്നേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന എന്നേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന എന്നേശുവേ അങ്ങേക്ക് ആരാധന. നമ്മുടെ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് പ്രിയ സബിൻ പി സണ്ണി അവറുകളെ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അല്പസമയം സമർപ്പണത്തോടായിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ്സ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ കഴിഞ്ഞ കർത്താവ് ചില ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ യാത്ര കഴിഞ്ഞ 12 ക്ലാസ്സുകൾ പിന്നിട്ട് കർത്താവെ ഇന്ന് ഈ ഗ്രാജുവേഷൻ സെറമണിയോളം എത്തിച്ചേരുവാൻ ഞങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് സഹായിച്ചതിന് നന്ദി പറയുന്നു. കർത്താവ് ഈ യാത്ര ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ വളരെ പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും ഞങ്ങളെ കർത്താവ് കരം പിടിച്ചു നടത്തിയല്ലോ. വീണു പോകാമായിരുന്ന പല സ്ഥാനങ്ങളുണ്ടായിരുന്നു. ഈ കോഴ്സൊക്കെ അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട പലരും പലപ്പോഴായിട്ട് ഞങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെയൊക്കെ നടുവിലും ദൈവം ഞങ്ങളെ കരം പിടിച്ചു നിർത്തിയല്ലോ, ഇതുവരെ കൊണ്ടുവന്നല്ലോ. അങ്ങയുടെ ദയക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഇന്ന് ഈ കോഴ്സിന്റെ ഈ അവസാന നിമിഷത്തിൽ കർത്താവെ അവർ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയും പുത്തൻ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി ശക്തരായി നിൽക്കട്ടെ. കർത്താവിന്റെ അംബാസിഡേഴ്സ് ആയിട്ട് അവർ നിൽക്കട്ടെ. കർത്താവിന് പകരമായി അവർ നിൽക്കട്ടെ. കർത്താവെ അവർ പോകുന്ന ഇടങ്ങളിൽ കർത്താവിനെ പ്രദർശിപ്പിക്കുന്നവരായി മാറട്ടെ. അവർ സംസാരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം അവർ വിളിച്ചു പറയുന്നവരായി മാറട്ടെ. കർത്താവെ അവരുടെ വായിലൂടെ ദൈവസ്നേഹത്തിന്റെ വാക്കുകൾ വരട്ടെ. അവരുടെ ജീവിതം വ്യത്യസ്തമായി മാറട്ടെ. അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാവട്ടെ. ആളുമാറിയവരെ പോലെ അവർ മാറട്ടെ. കർത്താവ് ജീവിതത്തിൽ വലിയ ക്രിസ്തുവിന്റെ ഗോൾസ് ഉള്ളവരായി അവർ നിങ്ങൾക്ക് നാളെ കാണാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിച്ചയക്കുന്നു. സകല മൊത്തം അനുഗ്രഹിക്കട്ടെ. അൻപുള്ള ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേകമായ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ സമയത്ത് 1-2 അനൗൺസ്മെൻറ്റുകൾ പറഞ്ഞ് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു സെക്ഷൻ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ അടുത്ത ബാച്ച് മാർച്ച് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ അടുത്ത സ്റ്റഡി കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ചും കൂടി അതിൻ്റെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. മാർച്ച് മാസം പകുതിയോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടീൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ അടുത്ത വലിയൊരു പ്രൊജക്റ്റ് നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു അടുത്ത തലത്തിലോട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവിധ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ നടത്തി വരുന്നു. കർത്താവിൻ്റെ കൃപയാൽ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലൂടെ ഒരു മിനിസ്ട്രിയെ ദൈവം നയിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഈ ഒരു മീറ്റിങ്ങിന് വോട്ട് ഓഫ് താങ്ക്സ് പറയുവാനുള്ള സമയമാണ്. പ്രിയ കർത്താവിൻ്റെ ദാസി പ്രിയ റിൻസി ചേച്ചി ഒഫീഷ്യലായിട്ട് ഈ ഒരു മീറ്റിങ്ങിന് വോട്ട് ഓഫ് താങ്ക്സ്. ഇന്ന് രാത്രികാലം അതിന്റെ ഗ്രാജുവേഷൻ സെറമണി നടത്തുവാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അത് നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രിയ സനുവിന്റെ ഗ്രാജുവേഷൻ ആണ്. ഞങ്ങൾ ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ഒരു ട്രാവലർ ആൾക്കാര് ഒരുമിച്ച് പോയി. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സനുമാന്റെ ഗ്രാജുവേഷന് പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെയെങ്കിൽ ഇത്രത്തോളം നമുക്കും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് നമുക്ക് ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്ന ഒരു വലിയൊരു അവസരമാണ്. ഇത്രത്തോളം ഈ ബൈബിൾ സ്റ്റഡി അനുഗ്രഹിച്ച ദൈവത്തിന് സകല മാനവും മൗത്വവും അർപ്പിക്കുന്നു. ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും. സങ്കീർത്തനക്കാരെ ഇപ്രകാരം പറയുന്നു: എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ 12 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ദൈവവചനം അഭ്യസിപ്പിച്ച പ്രിയ ദൈവദാസന്മാരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഓരോ ക്ലാസ്സും നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ബൈബിൾ കോളേജുകളിൽ പഠിക്കുന്ന പോലെ ഒരുപാട് മറ്റു കാര്യങ്ങൾ പഠിച്ചില്ല എങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് ഈ ദൈവവചന പഠനത്തിൽ നമുക്ക് കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും ദൈവം സഹായിച്ചു. പ്രത്യേകാൽ ദൈവവചനം പഠിപ്പിച്ച എല്ലാ ദൈവദാസന്മാരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇതിനു വേണ്ടി നേതൃത്വ നിരയിലായിരുന്ന നമ്മുടെ ആർജൻ ഫാമിലിയിലെ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തങ്ങൾ ചെയ്യുന്ന നമുക്കറിയാം, ഒരു ബൈബിൾ കോളേജ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ ബൈബിൾ കോളേജിന്റെ നേതൃത്വ നിരയിലായിരിക്കുന്നവർക്ക് അറിയാം, ഒരു ബൈബിൾ കോളേജ് ജോലി ചെയ്താൽ അതിന് മാസം ഒരു സാലറി ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്താൽ അതിനുള്ള സാലറി കിട്ടും. എന്നാൽ യാതൊരു നന്മയും പ്രതീക്ഷിക്കാതെ ഇത്രത്തോളം പേരെ ദൈവവചനം പഠിപ്പിക്കുവാൻ ഈ ടീമിനെ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ടീമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രികാലം ദൈവവചനം പഠിച്ച് ദൈവവചന പഠനം പൂർത്തീകരിച്ച എല്ലാ ദൈവദാസിദാസന്മാരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്നും കർത്താവിന്റെ വചനം പഠിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതിന് പ്രകാരം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവവചനം പഠിക്കുന്നതോ അല്ലെങ്കിൽ വായിക്കുന്നതോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ പ്രിയ ചേച്ചിയോടുമുള്ള നന്ദിയെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഫാമിലിയുടെ ഒരു മെൻറ്ററായിട്ട് അദ്ദേഹം നിൽക്കുന്നു. കർത്താവ് പ്രിയദാസിയെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ സമയത്ത് ഒഫീഷ്യലായിട്ട് ഈ ഒരു മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പ്രിയ എമേഴ്സൺ ബ്രദർ ഈ ഒരു മീറ്റിംഗ് ഒഫീഷ്യലായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അതിനുശേഷമായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് പിരിയാം. സന്തോഷത്തോടെ ആയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനായിട്ട് ക്ഷണിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, പ്രത്യേക കർത്താവേ, ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേക അധ്യാപകരെ അനുഗ്രഹിക്കണം. ബാക്കി എല്ലാവരെയും അതിന് നേതൃത്വം നൽകിയ കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ച എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത അങ്ങയുടെ നല്ല സ്ഥാനത്ത് ഞങ്ങളോട് എപ്പോഴും കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മാനമഹത്വ വിശേഷം പ്രാർത്ഥിക്കുന്നു. കൃപയുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. സകല വിശുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും പിതൃത്വ വിശുദ്ധാത്മാന്റെ സഹവാസവും കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാ പ്രിയമുള്ളവരോടും, വർഷിപ്പ് ചെയ്ത പ്രിയ സഹോദരന്മാരോടും, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കൈമാറിയ പ്രിയ കർത്താസിനോടും, എല്ലാ വ്യക്തികളോടും ഇപ്പോഴേ എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് മ്യൂട്ടുകളെല്ലാം മാറ്റാം. എന്ന കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ,
സമയത്ത് നമ്മൾ ഒഫീഷ്യലായിട്ട് അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് ഓണാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും മുഖമൊക്കെ ഒന്ന് കണ്ട് ഒരു സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്ത് നമുക്ക് ഫൈനലി ചിരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരുള്ള പ്രത്യേക സ്നേഹവന്ദനത്തെ അറിയിക്കുക. എല്ലാ പ്രിയമുള്ളവരും നിങ്ങൾ ഫുൾ ടൈം ഒന്നും ക്യാമറയൊക്കെ ഒന്ന് ഓണാക്കിയില്ലെങ്കിലും ഈ സമയത്തൊക്കെ നിങ്ങളൊന്ന് ക്യാമറയൊക്കെ ഒന്ന് എല്ലാവരും ഓണാക്കാൻ വേണ്ടിയിട്ട് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റഡിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തലമുറ പുറത്തു വരുന്ന സമയത്ത് ഒരു ലോകത്തെ നമുക്ക് ചലിപ്പിക്കുവാൻ കഴിയട്ടെ, ഒരു കൂട്ടം ആളുകളെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ കഴിയട്ടെ, അനേകരുടെ ജീവിതത്തിൽ വെളിച്ചമാകുവാൻ കഴിയട്ടെ. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേകമായ സ്നേഹവന്ദനത്തെ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. നമ്മൾ ഈ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ഭാഗങ്ങളിലോട്ട് കടന്നു പോകുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഏകദേശം ഒരു കൺക്ലൂഷൻ വന്നുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്ന എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമിനെ ദൈവം ഈ ഒരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ ഒരൊറ്റ കാര്യം വിളിച്ചു പറയട്ടെ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മിനിസ്ട്രി തുടങ്ങുന്ന സമയത്ത് അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഒറ്റ കാര്യത്തിൽ ഞങ്ങൾ തുടങ്ങിയൊരു കാര്യം വിശ്വാസത്താൽ തുടങ്ങി. ദൈവം പ്രവർത്തിക്കുമെന്നൊരു ചിന്തയെ തുടങ്ങി, ദൈവം നടത്തുമെന്നൊരു ചിന്തയെ തുടങ്ങി. ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന സമയത്തും ഒന്നുമല്ല. പക്ഷേ ആർജൻ മിനിസ്ട്രിക്ക് ഒറ്റ കാര്യം വിളിച്ചു പറയുവാനുള്ളൂ, അവൻ ഉയർത്തുന്നത് ക്രിസ്തുവിനെ ആകണം, ഉയരേണ്ടത് ക്രിസ്തു ആകണം. അങ്ങനെ ഒരു തലമുറ ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് വരണം. അങ്ങനെ വരുവാൻ വേണ്ടിയിട്ട് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ ഇന്ന് രാത്രികാലമായിരിക്കുന്ന സമയത്ത് ഗ്രാജുവേറ്റ് കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാണ്. നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയതുപോലെ സൗജന്യമായിട്ട് ഇത് ഒരാളിലോട്ടും കൂടി എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അടുത്ത ബ്രോഷർ വരുമ്പോൾ ആദ്യത്തെ 2 ദിവസം കൊണ്ട് എന്താകണം, നമ്മുടെ ബാച്ച് ഫില്ലാകണം. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും